السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه وسلم. أما بعد إن شاء الله നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് സൂറത്ത് സൽസലയിലെ തജ്വീദ് നിയമങ്ങളാണ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إذا زلزلت الأرض زلزالها وأخرجت الأرض أثقالها وقال الإنسان ما لها يومئذ تحدث أخبارها بأن ربك أوحى لها يومئذ يصدر الناس أشتاتا ليروا أعمالهم فمن يعمل مثقال ذرة خيرا يره ومن يعمل مثقال ذرة شرا يره. ഇവിടെ തുടങ്ങുന്ന അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഇസ്തിആദ ബസ്മല. അഊദു ഹംസ ലൈറ്റാക്കി പറയാം. ഐന് ദാലൊക്കെ ലൈറ്റാണ്. ഹംസയും ഐനും തൊണ്ടൻ്റെ അക്ഷരങ്ങളായതുകൊണ്ട് നമ്മൾ തൊണ്ടിയിൽ നിന്ന് തന്നെ എടുത്തു പറയാം. അഊദു അഊദു. ദാല് പറയുമ്പം നാവിൻ്റെ അറ്റത്ത് ടിപ്പ് ഓഫ് ദ ടങ് നാവിൻ്റെ അറ്റത്ത് തന്നെ പറയുക. കൂടാണ്ട് ദാല് പറയുമ്പം ആ ഒരു വൈബ്രേഷൻ സൗണ്ടോട് കൂടിയിട്ട് ഒരു തരിപ്പ് ആ ഒരു നാവിൻ്റെ അറ്റത്തുനിന്ന് എന്നുള്ള ആ സൗണ്ട് വരുത്തിക്കൊണ്ട് തന്നെ പറയണം. ദാൽ ദ ഉള്ളിലേക്ക് വെച്ച് കഴിഞ്ഞാൽ ദാലിൻ്റെ സൗണ്ടായിട്ട് വരും. അതുകൊണ്ട് പ്രത്യേകമായി ശ്രദ്ധിക്കുക. അഊദു ബില്ലാഹി. ബാനി കസറ വന്നുകൊണ്ടാണ് അല്ലാഹ് ലഫ്ദുൽ ജലാൽ നമ്മൾ ലൈറ്റായിട്ട് പറയുന്നത്. ബില്ലാഹി ഒക്കെ ലൈറ്റ് അക്ഷരങ്ങളാണ്. ഹ പറയുമ്പോൾ തൊണ്ടയിൽ തന്നെ പറയാം. മിനശ്ശൈത്വാനി മിന ഒക്കെ ലൈറ്റാണ്. മിനശ്ശ ഷീന് ശബ്ദം ഉള്ളതുകൊണ്ട് ഡബിളാക്കി ഉയർത്തി ഡബിളാക്കി പറയുക, ഇരട്ടിപ്പിച്ച് പറയുക. അതുകൂടാണ്ട് ഷീന് നമ്മൾ വായുള്ളിൽ സൗണ്ട് സ്പ്രെഡാകുന്ന രീതിയിൽ ഇങ്ങനെ മൊത്തത്തിൽ സ്പ്രെഡാകുന്ന രീതിയിൽ പറയാം. ഷ് എന്നുള്ള സൗണ്ട്. മിനശ്ശൈത്വാനി. ത ഉയർത്തി പറയാം. നല്ല ഹെവി അക്ഷരമാണ്. ത ഉയർത്തി പറയാം. മിനശ്ശൈത്വാ. ത പറയുമ്പോൾ ചുണ്ട് റൗണ്ടാക്കാതെ തന്നെ പറയാൻ പരിശ്രമിക്കുക. പിന്നെ അടുത്തത് ബിസ്മില്ലാഹി. സീന് സുക്കൂന്. ഓരോ സുക്കൂന് ടൈം എപ്പോഴും നമ്മൾ കൊടുക്കണം. സുക്കൂന് വരുമ്പോഴൊക്കെ സമയം കൊടുത്തുകൊണ്ടാണ് പറയണ്ടത്. ബിസ്മില്ലാഹി. ലാം വീണ്ടും നമുക്ക് നേരത്തെ അതേ രീതിയിൽ അള്ളാഹ് എന്നുള്ളത് ലാം ആയിട്ടാണ് പറയുന്നത്. ഇവിടെ ബിസ്മി കസറ വന്നുകൊണ്ടാണ് അള്ളാഹ് ലാം ലൈറ്റാക്കിയിട്ട് ബിസ്മില്ലാഹി. ഹ തൊണ്ടൻ്റെ അക്ഷരമാണ് കൃത്യമായി പറയാം. ബിസ്മില്ലാഹിർ റഹ്മാനി. റ ഉയർത്തി പറയാം. റാന് അക്ഷരം പിന്നെ ഫത്ഹ വന്നുകൊണ്ട് ഉയർത്തി പറയാം. ഇവിടെ റാന് ശബ്ദ വന്നതുകൊണ്ട് ഇരട്ടിപ്പിച്ചുകൊണ്ടും പറയാം. റഹ്മാനി. ബിസ്മില്ലാഹിർ റഹ്മാനി. ഹ സുക്കൂൻ വന്നുകൊണ്ട് ഹാന് തൊണ്ടേൻ്റെ അക്ഷരമാണ്. അതുകൂടാണ്ട് സുക്കൂൻ വന്നുകൊണ്ട് ആ കാറ്റോട് കൂടിയിട്ട് തന്നെ പറയാം. അർ-റഹ്മാനിർ റഹീം. വീണ്ടും റാന് ശബ്ദം വന്ന് ഇരട്ടിപ്പിച്ച് പറയാം. ഹ വന്ന് അതും കൃത്യമായി ഉച്ചരിക്കുക. നിർത്തുമ്പോൾ നീട്ടി നിർത്താം. റഹീം. മീം സുക്കൂനിൽ നിർത്താം.
അടുത്ത് വരുന്നത് ഇദാ സുൽസിലതി. ദാൽ നാവിൻ്റെ അറ്റത്ത് നിന്ന് തന്നെ പറയാം. ദ ഇദ ഹംസ ദാൽ ഇദ ഒക്കെ കൃത്യമായി ഉച്ചരിക്കുക. സുൽസില സ നമ്മൾ പറയുമ്പോൾ എപ്പോഴും സാൻ്റെ ആ സഫീറിൻ്റെ സൗണ്ട് കണ്ടോ, എന്നുള്ള സൗണ്ട് അതധികം ഉച്ചരിക്കാതെ സുൽസില എന്ന് പറഞ്ഞിട്ട് നമ്മൾ ലൈറ്റാക്കിയിട്ട് അല്ലെങ്കിൽ ആ സൗണ്ട് എടുക്കാതെയാണ് പറയാം. ശരിക്കും കൃത്യമായിട്ട് അത് എന്നുള്ള ആ സൗണ്ട് കൃത്യമായി പറയണം. സ സു സുൽസില സു സ ഉണ്ടാവും. ആ സൗണ്ട് നല്ലതെന്ന് പറഞ്ഞാൽ ഓരോ അക്ഷരങ്ങൾ നമ്മൾ ഉച്ചരിക്കുമ്പോഴും അതിൻ്റെ കൃത്യമായ മഖ്റജ് എന്നും അതിന് കൃത്യമായ സിഫാറ്റും അതിൻ്റെ ഓരോന്നിൻ്റെ ക്യാരക്ടറിസ്റ്റിക്കും നമ്മൾ ഉച്ചരിച്ചുകൊണ്ട് തന്നെ പറയണം. സുൽസീല ലാമിന് സുക്കൂനുള്ളതുകൊണ്ട് ലാമ് കൃത്യമായി ഉച്ചരിക്കുക. സുൽ കുറച്ച് ശകലം ടൈം നമ്മളവിടെ കൊടുക്കുക. സുൽസീലതി ത ലൈറ്റാണ്. സുൽസീലതിൽ അർദു റ ഹെവിയാണ്. ദ്വാദ് ഹെവിയാണ്. ദ്വാദ് കൃത്യമായി പറയുമ്പോൾ ചുണ്ട് റൗണ്ടാക്കാതെ തന്നെ നമ്മൾ വായി കൃത്യമായി പറയാം. ദോ ദോ നാവിൻ്റെ ഒരറ്റം അല്ലെങ്കിൽ രണ്ടറ്റം മുട്ടിച്ചുകൊണ്ട് തന്നെ പറയാം. രണ്ടിൻ്റെയും അരുഭാഗങ്ങളാണ്. അരുഭാഗം എന്ന് നമ്മൾ പിന്നെ പല്ലിലേക്ക് മുട്ടുന്നത്. സുൽസിലതിൽ അർദു സിൽസാലഹ. വീണ്ടും അതേപോലെ തന്നെ സ കൃത്യമായി ഉച്ചരിക്കുക. സ സിൽസാലഹ. ഹ പറയുമ്പോൾ തൊണ്ടൻ്റെ അക്ഷരമാണ് കൃത്യമായി ഉച്ചരിക്കുക. അതുകൂടാണ്ട് നീട്ടി നമ്മൾ ഇവിടെ 2 ഹറക്ക മദ് ഐവദ് ചെയ്തുകൊണ്ട് 2 ഹറക്കയിലാണ് നമ്മൾ 2 അക്ഷര ടൈം കൊടുത്താണ് നിർത്തേണ്ടത്. സിൽസാലഹ. അടുത്തത് വ അഖ്റജതി. ഖ ഹെവിയാണ്. കൃത്യമായി ഉച്ചരിക്കുക. വാവ് ചുണ്ട് റൗണ്ടാക്കിയിട്ട് തന്നെ പറയുക. ഹംസ ലൈറ്റാക്കി പറയുക. വ എന്നായി പോയത്. വ അഖ്റജതി റ ഹെവിയാണ്. വ അഖ്റജതിൽ അർദു. ജീം ത ഒക്കെ ലൈറ്റ് അക്ഷരങ്ങളാണ്. ത പറയുമ്പം ഹെവിയായി പോയത്. വ അഖ്റജതിൽ അർദു റ ഹെവിയാണ്. ദ്വാദ് ഹെവിയാണ്. രണ്ടും കൃത്യം ഉച്ചരിക്കുക. പിന്നെ ഓരോ ദമ്മ വരുമ്പോഴും നമ്മൾ ചുണ്ട് നന്നായി റൗണ്ടാക്കി പറയാം. വ അഖ്റജതിൽ അർദു ചുണ്ട് നന്നായി റൗണ്ടാകാം. അസ്ഖാലഹ. സ പറയുമ്പോൾ സ നമ്മുടെ പിന്നെ നാവിൻ്റെ അറ്റത്തു നിന്നാണ് പറയുന്നത്. ടിപ്പ് ഓഫ് ദ ടങ് ആണ്. അതുകൊണ്ട് സ കാറ്റോടും കൂടിയിട്ട് തന്നെ പറയണം. സുക്കൂന് വരുമ്പോൾ പ്രത്യേകിച്ച് ആ കാറ്റ് കൃത്യമായ ഇതാണ്. സ പറയരുത്. സ അസ്ഖാലഹ. ഖാഫ് കൃത്യമായി ഉച്ചരിക്കുക. ഖാഫാണ് ഹെവി ലെറ്ററാണ്. അതുകൊണ്ട് നന്നായി തന്നെ ഉച്ചരിക്കുക. ഓ സൗണ്ട് ഉയർത്തി പറയാം. അസ്ഖാലഹ. ലാം ഹെവി പറഞ്ഞതിന് ശേഷം ലാം ഉയർന്നു പോയത്. ലാം ലൈറ്റാണ്. ഹ ലൈറ്റാണ്. അസ്ഖാലഹ. വഖാലൽ ഇൻസാനു. വാവ് ചുണ്ട് നന്നായി റൗണ്ടാക്കി പറയാം. ഖാഫ് ഉയർത്തി പറയാം. വഖാലൽ ഇൻസാനു. ഇവിടെ സുക്കൂനിൻ്റെ നൂന് ശേഷം സീന് വന്നുകൊണ്ട് ഇഖ്ഫാണ്. നമ്മൾ നൂനിൻ്റെ ശബ്ദത്തിന് ഹൈഡ് ചെയ്തുകൊണ്ട് മറച്ച് പിടിച്ചുകൊണ്ട് പറയാം. അതാണ് ഇഖ്ഫ. നൂന് സീനിലേക്ക് നമ്മൾ ലയിപ്പിക്കുകയും ചെയ്യണം. എന്നാൽ പകുതിയായിട്ട് മറച്ച് പിടിക്കുകയും ചെയ്യണം. നൂൻ എന്നുള്ള സൗണ്ട് കൃത്യമായിട്ട് വരരുത്. ഇൻസാൻ എന്ന് പറയുന്നത് ഇൻസാൻ ആ രീതിയിൽ. വഖാലൽ ഇൻസാനു മാ ലഹ. നൂനിന് സുക്കൂന് നൂനിന് ദമ്മ വന്നുകൊണ്ട് ചുണ്ട് നന്നായി റൗണ്ടാക്കാം. ഇൻസാനു നു. മാ ലഹ ബാക്കിയൊക്കെ ലൈറ്റ് അക്ഷരങ്ങളാണ്. കൃത്യമായി ഉച്ചരിക്കുക. ഹ പറയുമ്പോൾ തൊണ്ടയിൽ നിന്ന് തന്നെ ഉച്ചരിക്കുക. പിന്നെ 2 ഹറക്ക കൊണ്ട് നീട്ടി നിർത്താം. യൗമഇദിൻ തുഹദ്ദിസു. യൗമ വാവ് സുക്കൂൻ വന്നുകൊണ്ട് കൃത്യമായി ചുണ്ട് നന്നായി റൗണ്ടായിട്ട് പറയാം. യൗമ യ ഒക്കെ ലൈറ്റാണ്. ഇവിടെ എല്ലാം ലൈറ്റ് അക്ഷരങ്ങളാണ്. യൗമ ഇ ഹംസ കൃത്യമായി ഉച്ചരിക്കുക. അത് സ്കിപ്പായി പോകരുത്. ഹംസ തൊണ്ടയിൽ തന്നെ വരണം. യൗമ ഇ
അ ഇ യൗമ ഇദിൻ ദാൽ നാവിൻ്റെ ടിപ്പ് എന്ന് വരുന്ന അറ്റത്ത് നിന്ന് കൃത്യമായി ഉച്ചരിക്കുക ദാൽ എന്നുള്ള സൗണ്ട് യൗമ ഇദിൻ ടു ഇവിടെ ഫാൻ്റെ അക്ഷരങ്ങളാണ് അതുകൊണ്ട് 15 അക്ഷരത്തിൽ വരുന്ന ഒരക്ഷരമാണ് ത നേരത്തെ വന്നത് സീനാണ് ഇവിടെ വന്നത് ത ആണ് അതുകൊണ്ട് കൃത്യമായിട്ട് നമ്മൾ മണിച്ച് ലയിപ്പിച്ചുകൊണ്ട് പറയാം യൗമ ഇദിൻ ടു ഇതിൻ തൊട്ട് നൂനിൻ്റെ ശബ്ദം മുഴുവനായിട്ട് കേൾപ്പിക്കരുത് അതുകൊണ്ടാണ് ഇഖ്ഫ ചെയ്യണമെന്ന് പറയുന്നത് യൗമ ഇദിൻ തുഹദ്ദിസു ഹ തൊണ്ടൻ്റെ അക്ഷരമാണ് ഹ കൃത്യമായി ഉച്ചരിക്കുക തുഹദ്ദിസു ദാലിന് ശബ്ദം വന്നുകൊണ്ട് ഇരട്ടിപ്പിച്ച് പറയാം തുഹദ്ദിസു അഖ്ബാറഹ വീണ്ടും ഹ വന്നിട്ടുണ്ട് ഇവിടെ ഉയർത്തി പറയാം റ ഹെവിയാണ് അതും ഉയർത്തി പറയാം അഖ്ബാറഹ ബി അന്ന റബ്ബക ഇവിടെ ബ കസ്റ വന്നുകൊണ്ട് കൃത്യമായി ബി ബ എന്നുള്ള സൗണ്ട് ബി ബ അന്ന അല്ല ബി ഓരോ ഫത്ഹ ദമ്മ കസ്റ അതിനൊക്കെ സുക്കൂൻ ഓതിനൊന്നിനും സമയം കൊടുക്കുക ഓരോ ഹറക്കകൾക്കും ടൈം കൊടുത്ത് കൃത്യമായി പറയാം ബി അന്ന ഹംസ പിന്നെ അതിനുശേഷം നൂനിന് ശബ്ദ വന്നുകൊണ്ട് നന്നായി മണിക്കുക ബി അന്ന റബ്ബക റ ഹെവി ബാക്കിയൊക്കെ ലൈറ്റ് റബ്ബക ബിൻ്റെ മുകളിൽ ശബ്ദ വന്നുകൊണ്ട് ഇരട്ടിപ്പിച്ച് പറയാം റബ്ബ 2 അക്ഷരത്തിന് ടൈം അവിടെ കൊടുക്കുക റബ്ബക ഔഹ ലഹ ഔഹ ഹംസ പിന്നെ വാവ് അത് കൃത്യമായി ഉച്ചരിക്കുക വാവ് സുക്കൂന് വരുമ്പം നല്ലോണം ചുണ്ടറാവുണ്ടാവുക ഔഹ ഹ തൊണ്ടൻ്റെ അക്ഷരമാണ് കൃത്യമായി ഹ തൊണ്ടിയിൽ നിന്ന് തന്നെ ഉച്ചരിക്കുക ഔഹ സൗണ്ട് തുറന്നിട്ട് തന്നെ പറയാം ഔഹ ലഹ യൗമഇദിൻ യസ്ദുറു യസ്ദുറു ഇവിടെ യൗമ നേരത്തെ നമ്മൾ വന്നത് സെയിം ഇതാന്ന് വരുന്നത് വാവ് പറയുമ്പോൾ ചുണ്ട നന്നായി റൗണ്ടാക്കുക ബാക്കിയൊക്കെ അക്ഷരങ്ങൾ ഇവിടെ ലൈറ്റാണ് പിന്നെ അടുത്ത് വരുന്നത് യൗമ ഇദിയ അവിടെ തൻവീന് ശേഷം യാ വരുന്നു ഇദ്ഗാമിൻ്റെ അക്ഷരമാണ് യാ യൻമു യാ നൂൻ മീം വാവ് തൻവീന് ശേഷം സുക്കൂൻ നൂനോ തൻവീന് ശേഷം ഈ അക്ഷരങ്ങൾ 4 അക്ഷരങ്ങളിലൊന്ന് വന്നാൽ നന്നായി നമ്മൾ മണിച്ച് ലയിപ്പിച്ച് ഇതാക്കുക അവിടെ ഇദ്ഗാം ബിഗുന്ന വരുന്നത് യൗമ ഇദിയ ആ രീതിയിൽ യൗമ ഇദിൻ യസ്ദുറു സ്വാദ് ഹെവിയാണ് ദാല് ലൈറ്റാണ് റോ ഹെവിയാണ് യസ്ദുറുന്നാസ് അപ്പോൾ ഇടയിൽ ദാല് അറിയാതെ ഹെവി ആയിപ്പോവും പിന്നെ അതുകൂടാണ്ട് എല്ലാത്തിനും പിന്നെ ദാലിനും റാനൊക്കെ എന്നുള്ള ദമ്മയുള്ളത് അതൊക്കെ കൃത്യമായി ഉച്ചരിക്കുക യസ്ദുറുന്നാസ് നൂനിൻ്റെ മുകളിൽ ശബ്ദമുള്ളതുകൊണ്ട് കൃത്യമായി മണിച്ചുകൊണ്ട് തന്നെ പറയാം യസ്ദുറുന്നാസു അഷ്താതൻ ലിയുറൗ അഷ്താതൻ ഷീന് സുക്കൂൻ വന്നുകൊണ്ട് നല്ല നമ്മൾ ആ തഫഷീൻ്റെ രീതിയിൽ നന്നായി നല്ല രീതിയിൽ സൗണ്ട് സ്പ്രെഡ് ചെയ്തുകൊണ്ട് പറയാം അതിൻ്റെ ഉള്ളിൽ അഷ് എന്നുള്ള സൗണ്ട് അഷ്താതൻ ലിയുറൗ തൻവീന് ശേഷം ലാം വരുന്നുണ്ട് ഇവിടെ വരുന്നത് ഇദ്ഗാം ബിലാ ഗുന്നയാണ് കുറച്ച് മുമ്പ് നമ്മൾക്ക് വന്നത് ഇദ്ഗാം ബിഗുന്നയാണ് മണിച്ചുകൊണ്ട് പറയുന്ന ഇദ്ഗാമാണ് ഇവിടെ ഇത് മണിക്കാതെ ലയിപ്പിച്ച് പറയുന്ന ഇദ്ഗാമാണ് അപ്പോൾ താന്ന് നേരെ ലാമിലേക്ക് പോകുന്നു അപ്പോൾ അടിയിലുള്ള എന്നുള്ള സൗണ്ട് നമ്മൾ അതിനെ മൊത്തമായിട്ട് അങ്ങ് ലയിപ്പിച്ച് കളഞ്ഞ് അപ്പോൾ തെന്നുള്ള ഇന്നില്ല തല്ലിയുറൗ തല്ലി ആ രീതിയിൽ ലിയുറൗ ലിയുറൗ റോ ഹെവി വാവ് കൃത്യമായി ചുണ്ടിൽ ഇതാക്കി പറയാം എന്താണ് റൗണ്ടാക്കി പറയാം ലിയുറൗ അഅ്മാലഹും അഅ്മ ഐന് തൊണ്ടൻ്റെ അക്ഷരാന്നത് കൂടാണ്ട് സുക്കൂനും കൂടി വന്നു അപ്പോൾ നല്ല ലയിപ്പിച്ച് എന്താ പറയുക നല്ല ഒഴുക്കി പറയാം അഅ്മാലഹും ഉണ്ട് എന്നുള്ള സൗണ്ട് വരരുത് കൽക്കലാക്കരുത് ആ സൗണ്ടിനെ നല്ല ഒഴുകിക്കൊണ്ട് പറയാം അഅ്മാലഹും
അഅ്മാലഹും പറയുമ്പം ഹ ലാസ്റ്റ് ഹാനും ഹും ഹും എന്നിട്ട് നന്നായി തൊണ്ടയിൽ നിന്ന് പറയാതെ കൂടാണ്ട് ചുണ്ട് പിന്നെ ഉറപ്പിച്ചുകൊണ്ട് തന്നെ പറയണം. ഹോ അല്ല അഅ്മാല ഹൊം അല്ല ഹും. പിന്നെ ഹും എന്നിട്ട് മണിക്കരുത്. കാരണം സുക്കൂൻ സാധാ മീമിന് മണിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ സാധാരണയായിട്ട് തന്നെ നിർത്തുക. അഅ്മാലഹും അത്രേ കൊടുക്കട്ടെ. അടുത്തത് ഫമയ്യഅമൽ. അവിടെ വരുന്നത് ഒക്കെ ലൈറ്റ് അക്ഷരങ്ങളാണ്. നൂന് സുക്കൂന് നൂന് ശേഷം യാ വന്നു. നേരത്തെ വന്ന നിയമം തന്നെ ദാം ബെഗുന്ന. അപ്പോൾ നൂനിനെ യായിലേക്ക് നന്നായി ലയിപ്പിച്ചുകൊണ്ട് പറയാം. ഫമയ്യഅമൽ ഐന് സുക്കൂൻ വന്നു നന്നായി ഒഴുക്കി പറയാം. യഅമൽ മിസ്ഖാല ലാമിന് സുക്കൂൻ വന്നു അതും കൃത്യമായി ഉച്ചരിച്ച് പറയാം. യഅമൽ ആ രീതിയിൽ. മിസ്ഖാല മിസ്ഖാല പറയുമ്പം ഈ പറഞ്ഞ പോലെ നന്നായി കാറ്റോടും കൂടി സാന് സുക്കൂന് വന്നുകൊണ്ട് നാവിൻ്റെ അറ്റത്ത് നിന്ന് കാറ്റോടും കൂടി പറയാം. ഖാഫ് ഉയർത്തി പറയാം. മിസ്ഖാല മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറഹ്. ഇവിടെ വരുന്നത് ദാല് നാവിൻ്റെ ടിപ്പിന്ന് ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. റാ ഇവിടെ റാന് ശബ്ദ വന്നുകൊണ്ട് ഇരട്ടിപ്പിച്ച് പറയാം. അതുകൂടാണ്ട് റാ ഉയർത്തി പറയും ചെയ്യുന്ന ഉയർത്തി പറയാം. ദർറത്തിൻ ഖൈറൻ. ഇവിടെ തെൻവീന് ശേഷം ഖായ വരുന്നത്. ഖാ വരുമ്പം ഇദ്ഹാറാണ്. അവിടെ മണിക്കാതെയാണ് പറയേണ്ടത്. വെളിവാക്കി തന്നെ പറയാം. തെന്നൂൻ്റെ ശബ്ദ തിന്നുള്ള സൗണ്ട്. ദർറത്തിൻ തൊണ്ടൻ്റെ അക്ഷരത്തിൽ വരുന്ന ഒരു അക്ഷരമാണ് ഖ. ഹംസ ഹ ഐൻ ഖ ഗൈൻ ഖ ഐൻ ഹ ഗൈൻ ഖ. ഈ 6 അക്ഷരത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു അക്ഷരം വന്നതിനാൽ തെൻവീനോ ശേഷം അല്ലെങ്കിൽ സുക്കൂന് നൂന് ശേഷം വന്നതിനാൽ നമ്മൾ മണിക്കാതെ തന്നെ പറയാം. ദർറത്തിൻ ഖൈറൻ യറഹ് ഖൈറയ്യ. ഇവിടെ വീണ്ടും റാ വന്നിട്ടുണ്ട്. ഉയർത്തി പറയാ. തെൻവീന് ശേഷം യാ വന്നിട്ടുണ്ട്. അവിടെ ഇദാം ബെഗുന്നയാണ്. കൃത്യമായി മണിച്ച് ലയിപ്പിച്ച് പറയാം. ഖൈറയ്യ ഖൈറയ്യറഹ്. നിർത്തുന്ന സമയത്ത് ഹ വന്നിട്ടുണ്ട്. അപ്പം അത് കൃത്യമായി ഉച്ചരിച്ചുകൊണ്ട് നിർത്താം. ഹ സ്കിപ്പാക്കരുത്. യറഹ് ആ സൗണ്ട് കൃത്യമായി കേൾക്കണം. റാ ഹെവിയാക്കി പറയാം. യറഹ്. വമൻ യഅമൽ. അടുത്തത് ഇവിടെ വീണ്ടും അതേ ഇദ്ഗാം വന്നിട്ടുണ്ട്. ഇദ്ഗാം ബിഗുന്ന. വാവ് പറയുമ്പോൾ ചുണ്ട് റൗണ്ടാക്കി പറയാം. വമൻ യഅമൽ. ഐന് കൃത്യമായി പറയാം. സുക്കൂന് വന്നപ്പോൾ കൃത്യമായി ഒഴുക്കി പറയാം. യഅമൽ. ലാമിന് സുക്കൂന് വന്നിട്ടുണ്ട്. അവിടെയും അതേപോലെ തന്നെ ഓരോ സമയം കൊടുത്തുകൊണ്ട് പറയാം. വമൻ യഅമൽ മിസ്ഖാല. ഖാഫ് ഉയർത്തി പറയാം. മിസ്ഖാല ദർറത്തിൻ. ദർറ റ ഹെവിയാക്കി പറയാം. ഇരട്ടിപ്പിച്ച് പറയാം. ദാല് നാവിൻ്റെ അറ്റത്ത് തന്നെ പറയാം. ദർറത്തിൻ ഷർറൻ. ഇവിടെ വരുന്നത് തൻവീന് ശേഷം ഷീനാണ്. ഷീൻ ഇഖ്ഫാൻ്റെ അക്ഷരം. അതുകൊണ്ട് ഇവിടെ ഇഖ്ഫാ ചെയ്യേണ്ടത്. തിന്നുള്ള നൂൻ്റെ ശബ്ദത്തിന് നമ്മൾ ഇഖ്ഫാ ചെയ്യുക. ഇഖ്ഫാ എന്ന് പറഞ്ഞാൽ മറച്ച് നമ്മൾ ലയിപ്പിക്കുകയും ചെയ്യണം. എന്നാൽ അതിൻ്റെ മുഴുവനായിട്ട് നമ്മൾ ലയിപ്പിക്കാൻ പാടില്ല. പകുതി മറച്ച് പിടിക്കുക നൂൻ്റെ ശബ്ദത്തിന്. അപ്പം മണിക്കുകയും ചെയ്യണം. മണിച്ച് മറച്ചുകൊണ്ട് നമ്മൾ പറയാം. ദർറത്തിൻ ആ രീതി. ദർറത്തിൻ എന്നുള്ള സൗണ്ട് വരണം. പക്ഷെ ചില ആൾ അതിന് എന്നിട്ട് വേണ്ടാണ്ട് എക്സ്ട്രാ ആഡിങ് സൗണ്ട് വരും. ഇവിടെ എക്സ്ട്രാ ആഡിങ് സൗണ്ട് കൊടുക്കരുത്. എന്നിട്ട് സൗണ്ട് ലാഗ് ചെയ്തിട്ട് വേണ്ടാണ്ട് നീട്ടി വലിച്ചിട്ടുള്ള സൗണ്ട് കൊടുക്കരുത്. നൂൻ്റെ ശബ്ദത്തിൽ നേരെ ഷീൻ്റെ മഖ്റജിലേക്ക് പോകണം. ആ രീതിയിൽ. വീണ്ടും ഇവിടെ ഇദ്ഗാം ബിഗുന്ന
വന്നിട്ടുണ്ട്. തൻവീന് ശേഷം യാ വന്നിട്ടുണ്ട്. അവിടെ ലയിപ്പിച്ചുകൊണ്ട് മണിച്ച് ലയിപ്പിച്ചുകൊണ്ട് പറയാം. പിന്നെ റാ ഒക്കെ ഉയർത്തി പറയാം. ഷർ റാനെ ഇരട്ടിപ്പിച്ചു പറയാം. ഷർ നിർത്തുമ്പം ഹ സുക്കൂന് കൃത്യമായി കേൾപ്പിച്ച് കൊണ്ട് തന്നെ പറയണം. ഹ സുക്കൂന് സ്കിപ്പ് ചെയ്യാതെ സുക്കൂന് കേൾപ്പിച്ചുകൊണ്ട് തന്നെ പറയണം. ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.